Hello guys, welcome back to a new video. അപ്പോൾ ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് Nokia 8.1 എന്ന ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഡിവൈസ് ഇറങ്ങിയിട്ട് 5-6 മാസമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രധാനമായിട്ടും 3 കാരണമുണ്ട്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ പ്രൈസ് വളരെ നല്ല താഴോട്ട് വന്നിട്ടുണ്ട്. 15,000 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ HDR10 ഡിസ്പ്ലേ ആണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ സൈസ് ഒപ്റ്റിക്സ് ബ്രാൻഡിങ്ങിൽ വരുന്ന നല്ലൊരു ക്യാമറ, പിന്നെ സ്നാപ്ഡ്രാഗൺ 710, പിന്നെ സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ് Nokia 8.1ൻ്റെ ഏറ്റവും നല്ല ഫീച്ചർ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ക്യാമറ സാമ്പിൾസൊക്കെ നമുക്ക് വയ്യ നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ തന്നിട്ടുള്ളത് MyG ഷോറൂമാണ്, തിരൂരിലെ MyG ഷോറൂമാണ്. അപ്പോൾ അവർക്ക് അതിനൊരു ബിഗ് താങ്ക്സ് പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അൺബോക്സിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയയുടെ ബ്രാൻഡിങ്ങോട് കൂടിയ Android 1 പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഡയറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് Android 1. അപ്പോൾ Android 1നെ കുറിച്ചിട്ട് നമുക്ക് വഴിയെ പറയാം. പിന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കീ ഫീച്ചേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പ്യുവർ ഡിസ്പ്ലേ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, HDR10 ഡിസ്പ്ലേ നല്ലൊരു ഫീച്ചറാണ്. ഫുൾ HD പ്ലസ് 6.18 ഇഞ്ചിൻ്റെ HDR10 ഡിസ്പ്ലേ ആണ് Nokia 8.1ൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 13 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി സെൻസറുമാണ് ക്യാമറ വരുന്നത്. സൈസ് ഒപ്റ്റിക്സിൻ്റെ നല്ല ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം OIS ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഈ സെഗ്മെൻറ്റിൽ, അതായത് ബജറ്റ് സെഗ്മെൻറ്റിൽ 15,000 രൂപ സെഗ്മെൻറ്റിൽ ഏതൊരു ഫോണിനും OIS ഇല്ല, എല്ലാത്തിലും EIS ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിന് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അഡ്വാൻസ്ഡ് AI ഇമേജിങ്, അത് പോർട്രേറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമ ബൂസ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഉണ്ട്. പിന്നെ വേറൊരു ഫീച്ചർ, ക്യാമറൻ്റെ ഫീച്ചർ പറയാനുള്ളത് ഡുവൽ സൈറ്റ് മോഡാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമറയും ഒരേ സമയം നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്താൻ പറ്റും. അത് നല്ലൊരു കാര്യം. പിന്നെ Qualcomm സ്നാപ്ഡ്രാഗൺ 710 മൊബൈൽ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു പ്രോസസ്സറാണ്. 710 700 സീരീസൊക്കെ നല്ല പെർഫോമർ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ഗെയിമിങ്ങിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. പിന്നെ വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് 18 വാട്ട് ഇൻബോക്സ് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ്. അപ്പോൾ 3500 mAh ബാറ്ററി, അത്യാവശ്യം 1 ഡേ ബാക്കപ്പ് ഒക്കെ, ഹെവി യൂസേഴ്സിനും ഒരു ദിവസമൊക്കെ നന്നായിട്ട് ബാക്കപ്പ് കിട്ടും. പിന്നെ നമുക്ക് ഡിസൈനിനെ കുറിച്ചിട്ടൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം സംസാരിക്കാം. ബാക്ക് ഫുള്ളായിട്ട് ഗ്ലാസ് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ക്യാമറയിൽ സൈസിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സൈഡ് അലൂമിനിയം ഫ്രെയിമാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, സോളിഡ് ബിൽഡ് ക്വാളിറ്റി. നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡിൽ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി. അവിടെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. 9 വോൾട്ട് 2 ആംപിയർ ആണ് ഔട്ട്പുട്ട് വരുന്നത്. 18 വാട്ടാണ്. ഇൻബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ് Nokia ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരുപാട് ഡിവൈസുകളൊന്നും നൽകാറില്ല. പിന്നെ USB Type-C കേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇയർഫോൺ ഉണ്ട്. അപ്പോൾ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇയർഫോൺ കൂടെ നൽകിയിട്ടുണ്ട്. ഇയർബഡ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഡിസൈനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇൻ ഹാൻഡിൽ തന്നെ അത് നല്ല ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സൈഡൊക്കെ അലൂമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഡിസൈനിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തത പുലർത്തിയിട്ട് ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C പോർട്ട് ഉണ്ട്. പിന്നെ മൈക്ക് ഉണ്ട്. ഡിവൈസിന് റൈറ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ വോളിയം റോക്കേഴ്സാണ്. അത് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അത് ഇൻ ഹാൻഡിൽ നല്ല ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് ഉണ്ട്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കും നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലാസ് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. വെർഷൻ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ക്യാമറയിലാണെങ്കിൽ സൈസ് ഒപ്റ്റിക്സിൻ്റെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബാക്കിൽ നോക്കിയയുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. വളരെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തത്. Android 1ൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. HMD ഗ്ലോബലാണ് ഡിസൈൻ ചെയ്തതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കയ്യിലുള്ള കളർ ഒരു പർപ്പിൾ കളറാണ്. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പർപ്പിൾ കളറാണ്. പിന്നെ ക്യാമറയ്ക്ക് ചുറ്റും അലൂമിനിയത്തിൻ്റെ ഒരു ഫ്രെയിമിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് ചുറ്റും അത് നല്ലൊരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് ഡിവൈസിന്. പിന്നെ ഡിസ്പ്ലേയെ കുറിച്ച് നമുക്ക് വഴിയെ പറയാം. നോക്കിയുടെ ഡിസ്പ്ലേ കുറിച്ചിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു HDR10 ഡിസ്പ്ലേ. സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല ഡിസ്പ്ലേയാണ് HDR10. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഏതിനും HDR10 വരുന്നില്ല. നല്ലൊരു കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സൊക്കെ ഉണ്ട് ഡിസ്പ്ലേക്ക്. അപ്പോൾ ഗെയിമിങ്ങിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും ഇതിലും. ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഔട്ട്ഡോറിലൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഡിസൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നോച്ച് ഒരു വലിയ നോച്ചാണ്. ഇതിലാകെ ഫ്രണ്ട് ക്യാമും സെൻസറും
പിന്നെ ഇയർ പീസും ഉള്ളൂ. പക്ഷേ നോച്ച് ഒന്നും കൂടെ ചെറുതാക്കാമായിരുന്നു, വലിയ നോച്ചാണ്. പക്ഷേ ചിന്നൊക്കെ ബെസൽസൊക്കെ വളരെ ചെറുതാണ്, അത് നല്ല ഫീച്ചറാണ്. അപ്പോൾ ഒരു പ്യുവർ വ്യൂ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫാൻസിന്, അത് ആൻഡ്രോയിഡ് 1 ഫാൻസിന് നോക്കിയാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബ്ലോട്ട് വെയറുകളിൽ ആഡില്ല, വളരെ ക്ലീൻ UI ആണ്. പിന്നെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് 1 പിക്സൽ കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 1 അപ്ഡേറ്റുകളൊക്കെ ആദ്യം വരിക. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകളൊക്കെ ആദ്യം ആൻഡ്രോയിഡ് 1 ഡിവൈസുകൾക്കാണ് കിട്ടി തുടങ്ങുക. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ഗസ്റ്റേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 8.1 ആൻഡ്രോയിഡ് 9 പൈ ആണ്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഓഗസ്റ്റിലാണ്. ഞാൻ പറഞ്ഞല്ലോ 5-6 മാസമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ സെക്യൂരിറ്റി അപ്ഡേറ്റുകളൊക്കെ വളരെ ഇപ്പോഴും കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 1 പെർഫോമൻസ്, അതായത് ക്ലീൻ UI ആണ്. പിന്നെ നല്ല ഫാസ്റ്റായിട്ടുള്ള ആപ്പ് ഓപ്പണിങ്ങുകളൊക്കെ ഉണ്ട്. ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജെയ്സ് ബ്രാൻഡിങ്ങിൽ വരുന്ന ജെയ്സ് ഒപ്റ്റിക്സിൻ്റെ ക്യാമറ സെറ്റപ്സാണ് നൽകിയത്. 2 ഡുവൽ ക്യാമറയാണ്. 12 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 13 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി സെൻസറും നൽകിയിട്ടുണ്ട്. സാധാരണ മൊബൈൽ ബ്രാൻഡുകളൊക്കെ ഡെപ്ത് സെൻസറുകൾ 5 മെഗാ പിക്സലോ അല്ലെങ്കിൽ 2 മെഗാ പിക്സലൊക്കെ നൽകാറുള്ളൂ. 13 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറോ സെക്കൻഡറി സെൻസർ നൽകിയിട്ടുണ്ട്, വളരെ നല്ലൊരു കാര്യം. പിന്നെ അപ്പർച്ചർ 1.8 ആണ് അപ്പർച്ചർ. പിന്നെ ക്യാമറയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ സാമ്പിൾസൊക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പിന്നെ ഫ്രണ്ട് ക്യാം വരുന്നത് 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമിൻ്റെ സാമ്പിൾസും നമുക്ക് വയ്യ നോക്കാം. നോക്കിയ 8.1 ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മെമ്മറി കാർഡോ ഒരു സിമ്മും അല്ലെങ്കിൽ 2 സിമ്മും 4G സപ്പോർട്ട് ചെയ്യും, 4G VoLTE സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്റ്റോറേജ് 3 വേരിയൻറ്റിലാണ് വരുന്നത്. 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ്, 6GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ്, 6GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജ്. ഈ 3 വെർഷനിലാണ് വരുന്നത്. പിന്നെ eMMC 5.1 സ്റ്റോറേജ് ആണ്. UFS ഈ ഒരു സെഗ്മെൻറ്റിൽ എല്ലാ ഡിവൈസുകളും ഇപ്പോൾ UFS 2.1 ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ eMMC ആണ്. പക്ഷേ അതൊരു പോരായ്മയായി പറയാൻ കഴിയില്ല. മറ്റ് 2 ഫീച്ചർ പറയാന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് 5.0 അത് നല്ലൊരു ഫീച്ചറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് 5.0. നല്ല ഇമ്പ്രൂവ്ഡ് റേഞ്ചാണ്, ഡുവൽ പെയറിങ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ബ്ലൂടൂത്ത് 5.0. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ ഇറങ്ങിയ ഡിവൈസ് ആണെങ്കിലും പുതിയ ഫീച്ചേഴ്സാണ് നോക്കി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ, പേയ്മെൻറ്റ് ഓപ്ഷനും കാര്യങ്ങൾക്കൊക്കെ NFC വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ATMന് പകരമായിട്ട് ഉപയോഗിക്കാനൊക്കെയാണ് ഭാവിയിൽ അറിയപ്പെടുന്നത് NFC. ഫ്ലാഗ്ഷിപ്പുകളിൽ മാത്രമേ കണ്ടുവരാറുള്ളൂ NFCകളൊക്കെ. പക്ഷേ അത് നോക്കി അത് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സാധാരണ AMOLEDകളിലാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് കാണാറുള്ളത്, പക്ഷേ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പെർഫോമൻസ് ആൻഡ് മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ചിട്ട് പറയാം. സ്നാപ്ഡ്രാഗൺ 710 10 നാനോമീറ്റർ പ്രോസസ്സിംഗ് ടെക്നോളജിയോട് കൂടി വരുന്ന സ്നാപ്ഡ്രാഗൺ 710 വളരെ നല്ലൊരു പെർഫോമറാണ്. അപ്പം PUBG ഒക്കെ ഹൈ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കാര്യങ്ങളിലൊക്കെ. പിന്നെ GPU Adreno 616 GPU ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഗ്രാഫിക്സ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 675 കമ്പയർ ചെയ്യാമെന്നല്ല CPU വൈസ് പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 675 കൂടുതൽ, കാരണം അതൊരു പുതിയ ചിപ്സെറ്റാണ്. പിന്നെ GPU Adreno 616 ആണ്, അത് 675 612 ആണ്. അപ്പം GPU വൈസ് പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 710 കൂടുതൽ. പിന്നെ 10 നാനോമീറ്റർ ആണ് 710 യൂസ് ചെയ്തിട്ടുണ്ട്. അതേസമയം സ്നാപ്ഡ്രാഗൺ 675 യൂസ് ചെയ്തിരിക്കുന്നത് 11 നാനോമീറ്റർ ആണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് 710 കുറച്ചും കൂടെ നല്ല പെർഫോമർ ആയിരിക്കും. ഡിവൈസിൻ്റെ ഓവറോൾ കൺക്ലൂഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പിൻ്റെ ഒരു ഇത് തരുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റി തരുന്നുണ്ട്. അത് നല്ല പ്രീമിയം ലുക്കാണ്. അത് നോക്കിയുടെ ഡിസൈന് വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് HDR10 ഡിസ്പ്ലേ ആണ്. HDR10 ഡിസ്പ്ലേ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. മൂന്നാമതായിട്ട് പിന്നെ പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് 1 ഫാസ്റ്റായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആദ്യം ആൻഡ്രോയിഡ് 1 ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്ലീൻ UI ആണ്. ബ്ലോട്ട് വെയറുകളോ ആഡുകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നാലാമതായിട്ട് പറയുന്നത് പെർഫോമൻസ് ആണ്. സ്നാപ്ഡ്രാഗൺ 710 പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാമറ ജെയ്സ് ഒപ്റ്റിക്സിൻ്റെ നല്ലൊരു ക്യാമറയാണ് നോക്കിയതിൽ പ്രൊവൈഡ് ചെയ്തത്, അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. OIS ഉണ്ട് എന്നുള്ളത് വളരെ മികച്ചൊരു ഫീച്ചറായി തോന്നി. ഡീമെറിറ്റായിട്ട് പറയാനുള്ളത് ഇതിന് വലിയൊരു നോച്ചാണ്. പിന്നെ മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 15,999 MyG അഷ്യൂർഡ് പ്രൈസ്. നമ്മുടെ ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്താൽ നമുക്ക് ഗിഫ്റ്റ് വോച്ചേഴ്സൊക്കെ തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ MyG തിരൂർ ഷോറൂമിനെ ഒരു ബിഗ് താങ്ക്സ് പറയണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്. താങ്ക് യു.